എൻ്റെ പേര് അയന. ഞാൻ കോട്ടയം ജില്ലയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു നഴ്സാണ്. ഞാൻ 4 കൊല്ലമായിട്ട് എൻ്റെ വിദേശത്തേക്ക് പോകാനുള്ള എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പലതും എനിക്ക് കിട്ടുകയും പലത് കിട്ടിയിട്ട് നഷ്ടപ്പെടുകയും ചിലത് കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ 2023 സെപ്റ്റംബർ 1-ാം തീയതി കൃപാസനത്തിൽ എൻ്റെ അമ്മയുടെ ഒരു സുഹൃത്ത് വഴി ആണ് കൃപാസനത്തെ പറ്റി അറിയുന്നത്. ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ഉടമ്പടിയിലെ കാര്യങ്ങളൊന്നും കൃത്യമായി ഞാൻ പാലിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആദ്യമത്തെ പുതുക്കലിന് ശേഷമാണ് എൻ്റെ ഉടമ്പടി സ്ട്രോങ് ആയത്. അതുവരെ കൃത്യമായി ഒന്നും പാലിച്ചിരുന്നില്ല. ഉടമ്പടി പുതുക്കിയത് ഒക്ടോബർ മാസമാണ്. അത് കഴിഞ്ഞ് 2024 ജൂൺ 9-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ഖത്തർ എന്ന രാജ്യത്തേക്കുള്ള എക്സാമിനായിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. എക്സാമിന് 10 ഡേയ്സാണ് ക്ലാസ്. 11-ാമത്തെ ദിവസമാണ് എക്സാം എഴുതുന്നത്. അതേ സമയത്ത് തന്നെ എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടുകയും ചെയ്തു. ഇൻ്റർവ്യൂ കിട്ടിയതിന് ശേഷമാണ് ക്രാഷ് കോഴ്സ് കൂടണമെന്ന് എൻ്റെ ഏജൻസിയിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഓഫർ ലെറ്റർ സൈൻ ചെയ്തു. അങ്ങനെ നേരെ തിരുവല്ലയിലുള്ള ഓയിസ്റ്റേൺ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഞാൻ പോയി ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്തത്. അതിന് അറ്റൻഡ് ചെയ്ത് 11-ാമത്തെ ദിവസം എക്സാം എഴുതി എനിക്ക് കിട്ടുകയുണ്ടായി ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ. അതിനുശേഷം സാമ്പത്തികപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളായിരുന്നു. ആദ്യമേ തൊട്ടേ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പം പണം എനിക്ക് വലിയൊരു പ്രശ്നമായിരുന്നു. ഈ എക്സാം എഴുതി കഴിഞ്ഞിട്ടും എന്ത് ചെയ്യണം എന്നറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്ന അവസരത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഭയങ്കര വിഷമത്തിലാണ്, എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്ക് ഏത് സമയത്തും ഞാൻ എവിടെയാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ഒരു വിഷമം വന്ന ഉടനെ ഞാൻ മാതാവിൻ്റെ അമ്മയുടെ പ്രത്യക്ഷത്തിന് സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ഈ സുഹൃത്ത് എന്നോട് ചോദിച്ചു, എന്താണ് വിഷമം? അപ്പം ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടന്നിരിക്കുന്നു, ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്ക് എത്ര രൂപയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് 1.25 ലക്ഷം രൂപയായിരുന്നു ആദ്യം വേണ്ടത്. ഈ സുഹൃത്തിനോട് ഞാനിത് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, വീട്ടിൽ ചോദിച്ചിട്ട് ഞാൻ പറയാമെന്ന് പറഞ്ഞു. രാവിലെയാണ് എൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നത്, വൈകുന്നേരം ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. അതുവരെ ഞാൻ നമ്മുടെ ഉടമ്പടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വീട്ടിൽ നിന്ന് നല്ലൊരു മറുപടി വരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. വൈകുന്നേരമായിട്ടും എന്നെ അറിയിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ നിന്ന് പണം കൊടുക്കണ്ട എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന സുഹൃത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ അമ്മ സംസാരിച്ചു, എന്തെങ്കിലും അന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കണോ, അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടാണോ അവരങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു. എന്നാൽ അതൊന്നും അല്ലായിരുന്നു, കാരണം കൊടുക്കണ്ട എന്ന് പറഞ്ഞു. എന്നിട്ടും സുഹൃത്തിനോട് പറഞ്ഞു, വിഷമിക്കരുത്, ഞാൻ വൈകുന്നേരം, അന്ന് പിറ്റേ ദിവസം രാവിലെയാണിത് പറയുന്നത്, അന്ന് വൈകുന്നേരം കൂടി നീ ഒന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇതന്നെ പ്രാർത്ഥന കാശുരൂപം, ഉടമ്പടി കാശുരൂപം എപ്പോഴും ശരീരത്തിൽ അണിയുമായിരുന്നു. അത് എപ്പോഴും എന്ത് വിഷമമുണ്ടെങ്കിലും അതിലാണ് ഞാൻ ഇങ്ങനെ മാലയിൽ അണിഞ്ഞിട്ട് മാലയിൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം ആയപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ സമ്മതിച്ചു, പണം തരാമെന്ന് പറഞ്ഞു. പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ എനിക്ക് ആ പണം മുഴുവനായി തന്നെ തന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു പേപ്പറിൻ്റെ ഇഷ്യൂവിൽ എനിക്ക് ആ ഖത്തർ എന്ന രാജ്യത്തോട്ട് പോകാനുള്ളത് റിജക്റ്റ് ആയിപ്പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ വിഷമിച്ചു, മാതാവ്, ഞാൻ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ തുടരെ സംഭവിക്കുന്നത്? അപ്പോൾ ഞാൻ വളരെ വിഷമം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കവേ ഇല്ലായിരുന്നു. 3:30 മണി വെളുപ്പിനെയൊക്കെ എണീറ്റിരുന്ന് കരയും. അപ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമായിരുന്നു. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറയുണ്ടായി, നമുക്ക് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലാതെ നമുക്ക് നഷ്ടപ്പെട്ടുവെങ്കിൽ മാതാവിന് നമ്മളെപ്പറ്റി മറ്റെന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാവും, അല്ലെങ്കിൽ അതിനേക്കാളും നല്ലതൊന്ന് മാതാവ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ടാവുമെന്ന് പറഞ്ഞു.
ഞാൻ കൊടുത്ത അതിനുശേഷം ഞാൻ കൊടുത്ത പണമെല്ലാം തന്നെ നഷ്ടപ്പെട്ടു, ഒന്നും തിരിച്ചു കിട്ടിയില്ല. വീണ്ടും എന്ത് ചെയ്യണമെന്നറിയാതെ ഇതേപോലെ പ്രാർത്ഥന മാത്രമായിരുന്നു അന്നത്തെ എൻ്റെ ഏക ആശ്രയം. രാവിലെ 5:30 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതല്ലാതെ എപ്പോൾ വിഷമം തോന്നിയാലും മുട്ടുകുത്തിയെന്ന് ആ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അത് കഴിഞ്ഞിട്ട് അടുത്ത രാജ്യം നോക്കാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ കുവൈറ്റ് എക്സാം എഴുതാൻ പോയി. ആദ്യത്തെ 4 വർഷം മുമ്പ് സൗദി നഷ്ടപ്പെട്ടു, അത് കഴിഞ്ഞ് ഖത്തർ നഷ്ടപ്പെട്ടു. ഇനി ഇത് എൻ്റെ അവസാനത്തെ ഇതാണ്. ഞാൻ മാതാവിനോട് പറഞ്ഞ് ഇതിലെങ്കിലും എനിക്ക് മാതാവ് എന്നെ കരകയറ്റണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കുവൈറ്റിൻ്റെ എക്സാം എഴുതാൻ പോയി. അതും 10 ഡേയ്സ് ക്ലാസ്സും 11 ഡേയിൽ എക്സാമും ആയിരുന്നു. അപ്പോൾ എനിക്ക് എക്സാം ഫീസ് കൊടുക്കാനായിട്ട് ഇല്ല. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് എക്സാം ഫീസ് തരാനില്ല. അപ്പോൾ സാറ് പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പണമില്ല, എക്സാം ഫീസ് മാത്രം ഉള്ളെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള പണം തരണ്ട, എക്സാം ഫീസ് മാത്രം അടച്ചാൽ മതി. അവിടെയും മാതാവിൻ്റെ ഇടപെടലുണ്ടായി. അമ്മ എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം എക്സാം എഴുതി. എക്സാമിന് പോകുമ്പോഴും ഞാൻ എക്സാം എഴുതാൻ ഇത് പറഞ്ഞതിന് ശേഷം ഞാനിവിടെ അച്ഛനെ വന്ന് കണ്ടു. അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അത് ഞാൻ എപ്പോഴും എൻ്റെ മാലയിൽ കോർത്തും അല്ലാതെ എക്സാമിന് പോയപ്പോൾ എൻ്റെ കൊന്തയിൽ നമ്മുടെ ഉടമ്പടി കാശുരൂപം ഇടുകയും മാതാവിൻ്റെ ഒരു രൂപം കൈപ്പിടിച്ച് എൻ്റെ ബാഗിൽ പുസ്തകങ്ങൾക്ക് പകരം ഇതുപോലെ പ്രാർത്ഥനാ പുസ്തകങ്ങളും ഒക്കെയായിരുന്നു. എക്സാമിന് പുറത്തിരിക്കുമ്പോൾ എല്ലാവരും പഠിക്കുമ്പോഴും ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു, എൻ്റെ ഇയർഫോണിൽ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ പ്രാർത്ഥന പുസ്തകങ്ങൾ, എൻ്റെ കഴുത്തിലിങ്ങനെ. അപ്പോൾ എല്ലാവരും എന്നോട് ഇങ്ങനെ എന്നെ കളിയാക്കുന്നല്ലോ, എന്നാൽ ചെവിയിലും കൂടി നീ ഇടാനിങ്ങനെ എൻ്റെ അടുത്ത് തമാശപൂർവ്വം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തിരിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല, കാരണം പ്രാർത്ഥനയിൽ ഇരിക്കുകയായിരുന്നല്ലോ. എന്നിട്ട് എക്സാമിന് കയറി. ആദ്യത്തെ എക്സാമിനേക്കാളും ടഫായിരുന്നു രണ്ടാമത്തെ എക്സാം. ഓരോ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൽ വരുമ്പോഴും അറിയില്ലാത്തതാണെങ്കിൽ കാശുരൂപത്തെ ഒന്ന് പിടിച്ചിട്ട് എനിക്ക് അതാണ് ശരിയെന്ന് തോന്നുന്ന ആൻസർ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ശരിയായിരുന്നു. അങ്ങനെ നല്ല ശതമാനം മാർക്കോടെ ആ എക്സാമും ഞാൻ പാസ്സായി, ആദ്യ അറ്റൻഡിൽ തന്നെ. അത് കഴിഞ്ഞിട്ട് പണം ഇതുപോലെ തന്നെ വീണ്ടും എനിക്ക് ഇഷ്യൂ ആയി. എൻ്റെ അമ്മയും അപ്പയും എല്ലാവരുടെ അടുത്തും പോയി ഇതുപോലെ മോക്ക് പോകാനാണ്, പൈസ തരുമോ എന്ന് ചോദിച്ച് കുറേ പേരുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. അങ്ങനെ അത്ഭുതമെന്നോ എന്താണ് എനിക്ക് പറയേണ്ടതെന്നറിയില്ല. കുറേ വർഷം മുമ്പ് ഞാൻ ശ്രമിച്ചപ്പോൾ പോലും നടക്കാത്ത കാര്യങ്ങൾ ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം പോയി ചോദിച്ച എല്ലാവരും തന്നെ പൈസ തരികയും കഴുത്തിൽ കിടക്കുന്ന മാല അപ്പം തന്നെ എൻ്റെ അപ്പായുടെ കയ്യിൽ ഊരി കൊടുത്തിട്ട് മോക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞ് എൻ്റെ അപ്പായെ പറഞ്ഞയക്കുകയായിരുന്നു. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹം പോലെ എല്ലാം എനിക്ക് വളരെ നന്നായിട്ട് തന്നെ കാര്യങ്ങൾ നടന്നു. അങ്ങനെ എൻ്റെ വിസ സ്റ്റാമ്പിങ് കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ 14-ാം തീയതി ഈ വരുന്ന ചൊവ്വാഴ്ച രാത്രിയിൽ കുവൈറ്റിന് പോവാണ്. ഇത്രയും വർഷം ഞാൻ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും അത് കറക്റ്റായിട്ട് ചെയ്ത് ഇത്രയും സാമ്പത്തിക നഷ്ടത്തിനിടയിലും എനിക്ക് വീണ്ടും സാമ്പത്തികമായിട്ട് എന്നെ സഹായിച്ചു. പലരും അറിഞ്ഞു ഞാൻ പോയിട്ടില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പേര് കളിയാക്കുകയും കൃപാസനത്തിൽ പോകുന്നതിനെപ്പറ്റി പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു. എൻ്റെ പള്ളിയിൽ മാത്രമല്ല പലയിടത്തും എന്നെ കൃപാസനം കൂട്ടി എന്നെ കളിയാക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ഒന്നും തന്നെ തിരിച്ചു പറയുകയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കെല്ലാം മാതാവ് തരുന്നുണ്ടെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ ഒരു രീതിയിൽ ഞാൻ അവർക്ക് ആൻസർ കൊടുക്കാറുണ്ടായിരുന്നുള്ളൂ. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എൻ്റെ മേഖല നഴ്സിംഗ് ആയതുകൊണ്ട് ഞാൻ രോഗികളുടെ കൂടെ ഇരിക്കുകയും കൃപാസനത്തിലെ പത്രങ്ങൾ ഓൾറെഡി അവിടെ കൊണ്ടുപോവുകയും റൂമുകളിൽ കാണിക്കുകയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ വിഷമങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ പറയുമ്പോൾ കൃപാസനത്തെ പറ്റിയിട്ട് ഞാൻ അവർക്ക് അച്ഛൻ്റെ ഓരോ യൂട്യൂബിൽ വരുന്ന ഷോർട്സ് എല്ലാം അയച്ചു കൊടുത്ത്, വിവാഹ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്കൊക്കെ അയച്ചു കൊടുത്ത്, ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ കൃപാസനത്തിൽ നിങ്ങളൊന്ന് പോയി നോക്കൂ, അതിന് ശേഷം മാത്രം നിങ്ങൾ
എന്നെ പറയുമെന്ന് ഞാൻ പറയുമ്പോൾ അഭിപ്രായം പറയുമ്പോൾ ആൾക്കാരിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഞാൻ അവർക്ക് ഉപദേശിച്ച് കൊടുക്കുമായിരുന്നു. നിങ്ങൾ തന്നെ സ്വയം പോയി നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് പറയുമായിരുന്നു. പിന്നെ പത്രം വിതരണം ചെയ്യുന്നുണ്ട്. ബസ് സ്റ്റാൻഡിലൊക്കെ ആയിട്ട് ആദ്യം പത്രം കൊടുക്കാനൊക്കെ ഭയങ്കര ഒരു മടിയൊക്കെ ആയിരുന്നു. അതിനുശേഷം ആദ്യത്തെ പുതുക്കലിന് ശേഷമാണ് ഞാൻ പത്രങ്ങളെല്ലാം കൊടുത്ത് തീർത്തത്. പിന്നെ ഞങ്ങളുടെ അവിടെയുള്ള ചെറിയൊരു ആശ്രമത്തിൽ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. അതുപോലെ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് എൻ്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചാരിറ്റിയൊക്കെ നമുക്കിങ്ങനെ യൂട്യൂബിലൊക്കെ വരുമ്പോഴും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുമ്പോഴും ഇങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ച് ഓരോന്ന് വരുമ്പോഴൊക്കെ ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ എഴുതി ഞാൻ എന്നിൽ കഴിയുന്നത് ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് ഞാൻ ചെയ്ത കാരുണ്യ പ്രവർത്തനങ്ങൾ. ഈ ഒരു കൃപാസനത്തിൽ ഈ ഒരു അൾത്താരയിൽ അന്ന് ഞാൻ വരുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ വർഷങ്ങളോളമുള്ള എൻ്റെ കാത്തിരിപ്പ്. ആദ്യം ഒരു രാജ്യം, രണ്ടാമത്തെ രാജ്യം, മൂന്നാമത്തെ രാജ്യത്താണ് ഇപ്പോൾ ഞാൻ. ഈ 2 രാജ്യങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടപ്പോൾ അതിനേക്കാളും നല്ലൊരു ഓഫറാണ്, നല്ലൊരു സാലറി പാക്കേജാണ് എനിക്ക് ഈ കുവൈറ്റിൻ്റെ ഇതിൽ കിട്ടിയത്. എല്ലാം മാതാവിൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോഴും ഈ ആൾത്താരെ നിൽക്കാൻ മാതാവിനോടും ഉണ്ണീശോയോടും ഞാൻ ഒരുപാട് കോടാനുകോടി നന്ദി അറിയിക്കുന്നു.